അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വളരെ സന്തോഷമുള്ള നമ്മുടെ ഒരു വിശാല കുടുംബ സംഗമത്തിൽ 1600+ ഉദവികൾ മാത്രമുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഇൻസിജാം ഭയങ്കര വിജയമായിരിക്കാം. പിന്നെ നമ്മളെ കുടുംബിനികളും 4000-ന്റെ മുകളിൽ പങ്കാളിത്തമുള്ള ചരിത്രത്തിലെ ഏറ്റവും വേറിട്ടൊരു അനുഭവമായിട്ട് ഉദവികൾക്ക് ഇത് മാറി. ഉദവികളുടെ സംരംഭകർ മുതൽ താഴെ തട്ടിൽ നിന്ന് മേലെ തട്ട് വരെയുള്ള ഒരു വലിയൊരു ശ്രേണി നമുക്ക് കൂടുതൽ പരിചയപ്പെടാൻ ഇതൊരു അവസരമായി. ഒരു വി ഫീലിംഗ് അറിയാതെ വരികയാണ്. മനോരമ കഴിഞ്ഞ പ്രാവശ്യം ഹോർത്തൂസ് നടത്തി കൊച്ചിയിൽ. അതിന്റെ പ്രമേയം ഞാൻ, നീ, നാം എന്നായിരുന്നു. അതിന്റെ താഴെ അവർ കൊടുത്തു ഫീൽ ദി പവർ ഓഫ് വി എന്ന നമ്മൾ എന്ന വാക്കിന്റെ ആ ഒരു ശക്തിയെ മനസ്സിലാക്കുകയെന്ന്. അത് പറയാതെ ഈ കൂടിച്ചേരലിൽ ബോധ്യപ്പെടുന്നു. പ്രിയപ്പെട്ട നമ്മുടെ സംരംഭകരുടെ പങ്കാളിത്തവും അവരെ തിരിച്ചറിയാൻ കഴിയാനുള്ള അവസരമൊക്കെ ഇൻസിജാം ഉണ്ടാക്കി എന്നുള്ളതും നല്ലൊരു അനുഭവമായി മാറി. ഇനി അങ്ങോട്ട് ഉദവികൾ നാം നമ്മുടെ ഒരു വി ഫീലിംഗോട് കൂടെ എല്ലാ കാര്യങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കാൻ, നമ്മുടെ സംരംഭങ്ങളെയും നമ്മുടെ സംവിധാനങ്ങളെയും വിജയിപ്പിക്കാൻ ഉദവികൾ തന്നെ ഉണ്ടാകും എന്നൊരു ആത്മവിശ്വാസം നമുക്ക് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഇന്നത്തേത്. അൽഹംദുലില്ലാഹ്. അടുത്ത് വായിച്ചത് ഓർക്കുന്നുണ്ട്. ചൈനയിലെ ഒരു സ്കൂളിലെ ടീച്ചർ 25ഓളം കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ വന്നിട്ട് അവർക്കെല്ലാം ബലൂൺ കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ തന്ന ബലൂണുകളൊക്കെ നിങ്ങൾ ഊതി വീർപ്പിച്ച് അതിന് കെട്ടിട്ട് അതിന്റെ കാറ്റ് പുറത്തേക്ക് പോവാത്ത രീതിയിൽ അതിനെ ആക്കി അവരവരുടെ പേര് അതിന് മുകളിൽ എഴുതാൻ പറഞ്ഞു. അവരെഴുതി. എന്നിട്ട് അതിനെങ്ങനെ അലക്ഷ്യമായിട്ട് അന്തരീക്ഷത്തിലേക്ക് വിടാൻ പറഞ്ഞു. അത് അനസ്യൂതമായി അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിർവ്വാണം കിട്ടാത്ത പ്രേതം പോലെ അലഞ്ഞു തിരിഞ്ഞ് നൂൽ പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ അലഞ്ഞപ്പോ ടീച്ചർ അവരോട് പറഞ്ഞു, ഇനി നിങ്ങളെ പേര് എഴുതിയ ബലൂണുകൾ തന്നെ നിങ്ങൾ വേഗം കണ്ടെത്തുക. അത് ശ്രമകരായിരുന്നു. 10 മിനിറ്റ് കുട്ടികൾ സാഹസപ്പെട്ടിട്ടും അവരവരുടെ പേര് എഴുതിയ ബലൂൺ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ കറങ്ങാണ്. അപ്പൊ ടീച്ചർ ഓപ്ഷൻ 2 കൊടുത്തു. നിങ്ങൾക്ക് കിട്ടുന്ന ബലൂണുകളുടെ മുകളിൽ എഴുതിയ പേര് ആരുടേതാണോ അതിന്റെ ഉടമസ്ഥന് അതിനെ തിരിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും 1/2 മിനിറ്റ് കൊണ്ട് അവരവരുടെ ബലൂണ് കിട്ടി എന്നുള്ളതാണ്. എന്നിട്ട് ടീച്ചർ അതിൽ പറഞ്ഞു, നമ്മളെ സന്തോഷത്തിന്റെ പിറകെ മാത്രം പോയാൽ നമുക്ക് നമ്മളെ സന്തോഷം തന്നെ കിട്ടൂല. പക്ഷെ മറ്റുള്ളവരുടെ സന്തോഷങ്ങളെ ഒന്നുകൂടി ഉദ്ദീപിപ്പിക്കുവാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്യം എന്ന് വിധിക്കപ്പെട്ട നമ്മുടെ സന്തോഷങ്ങൾ നമ്മിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എത്തും. അതാണ് ഈ കൂടിച്ചേരൽ നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും നേർന്ന് ഞാൻ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പാട്ട് പാടാൻ പറഞ്ഞുകൊണ്ട് ഒരു 2 വരി ഒന്ന് മൂളിയിട്ട് പോവാൻ. കാണാൻ എനിക്കുണ്ട് 2 നയനങ്ങൾ, കാണുന്നില്ലെന്നിട്ടും നിന്റെ ദൃഷ്ടാന്തങ്ങൾ. കാണാൻ എനിക്കുണ്ട് 2 നയനങ്ങൾ, കാണുന്നില്ലെന്നിട്ടും നിന്റെ ദൃഷ്ടാന്തങ്ങൾ. കേൾക്കാൻ തുറന്നിട്ടതാണെന്റെ കർണങ്ങൾ, കേൾക്കുന്നില്ലെന്നിട്ടും സത്യവാചകങ്ങൾ. അല്ലാഹ് അല്ലാഹ് കാരുണ്യവാനല്ലാഹ്, എല്ലാം കാണുന്നവനെ എല്ലാം കേൾക്കുന്നവനെ എന്റെ വേദന തീർക്കല്ലാഹ്, നീ എന്റെ വേദന തീർത്തിടല്ലാഹ്. അസ്സലാമു അലൈക്കും.